പ്രിയപ്പെട്ട പഠിതാക്കളെ, ക്യാപ്കട്ടിൻ്റെ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ്രോയിഡ് മൊബൈലിൽ, ഐഫോണിലല്ല, ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് അതിൻ്റെ ബേസ് മോഡലായിട്ടുള്ള ക്യാപ്കട്ട് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സ്വന്തം ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു ലിങ്ക്, ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ലിങ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ടെലഗ്രാമിലെ അപ്ഡേറ്റ്സുകൾ, ബണ്ടിൽസൊക്കെ കിടക്കുന്ന ഒരു ചാനലുണ്ടല്ലോ, അപ്ഡേറ്റ്സ് MJ എക്സ്പ്ലോർ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ. അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് ആ ലിങ്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഈ താഴെ ഭാഗത്ത് കാണുന്നതാണ് അതിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത്. ഒന്നല്ലെങ്കിൽ ഈ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ കാണുന്ന ഈ രൂപത്തിലായിരിക്കും നിങ്ങൾക്കുള്ള ലിങ്കുകൾ ഉണ്ടായിരിക്കുക. ഓക്കെ, ഏതൊരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടി ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ലിങ്ക് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾ ആ ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്കട്ട് എന്നൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് ആൻഡ്രോയിഡിൽ മാത്രമാണ് ഈ ഒരു ഇത് സപ്പോർട്ട് ആവുക. ആൻഡ്രോയിഡിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളവർക്കാണ് ഇത് പഠിപ്പിക്കുന്നത്. ക്യാപ്കട്ടിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്യാപ്കട്ടിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്, ക്യാപ്കട്ട് കൊടുത്തിട്ടുണ്ട്. 16.7.0 ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മാറ്റം ഉണ്ടായിരിക്കാം. ഓക്കെ, അതിൻ്റെ ഒരു അപ്ഡേറ്റ് വരുന്ന വേർഷൻസ് അവിടെ മാറ്റം വരുന്നതാണ്. പിന്നെ എൻ്റെ റിവ്യൂസ് കൊടുത്തിട്ടുണ്ട്. 4.1 എന്നുള്ള സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 148.3 മില്യൺ ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ. ഓക്കെ, എന്നിട്ട് താഴേക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക. ഇവിടെ അവരുടെ പരസ്യം കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ജസ്റ്റ് വെബ്സൈറ്റ് ആയതുകൊണ്ട് വേറെ ടീമിൻ്റെ പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിലൊന്നും ക്ലിക്ക് ചെയ്യേണ്ട. താഴെ ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡെവലപ്പറുടെ പേര് കൊടുത്തിട്ടുണ്ട്. ലൈസൻസ് പറയുന്നുണ്ട്, കാറ്റഗറി ഏതാണെന്നുള്ള റേറ്റിംഗ് കാര്യങ്ങൾ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ആണ്, കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അല്ലേ. പിന്നെ അതിൻ്റെ റാം എത്ര, എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് മൊത്തം വരുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ സൈസ് എന്നുള്ള ഭാഗത്ത് കാണാൻ സാധിക്കും. ടോട്ടൽ 297 MB മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അല്ലേ. ഫ്രീ വേർഷനാണ്, 297 MB മാത്രമാണ് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് ഇവിടെ ഡൗൺലോഡിൻ്റെ ചിഹ്നം കാണും നിങ്ങൾക്ക്, ഒരു പച്ച കളറിൽ ഡൗൺലോഡ് എന്നുള്ളത് കാണും. അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഡൗൺലോഡ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യട്ടെ എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ. കാരണം ക്യാപ്കട്ട് എന്ന് പറയുന്നത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയ ഫയലല്ല. ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടില്ല, ക്യാപ്കട്ട് അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യക്കാരുടെ ഒരു സോഫ്റ്റ്വെയർ അല്ലാത്തത് കൊണ്ട് തന്നെ അത് ഇന്ത്യയിൽ അലോഡ് അല്ല. അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് മുഖേന ഡൗൺലോഡ് ചെയ്യുമ്പോൾ പെർമിഷൻസ് ചോദിക്കുകയാണ്. കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ക്യാപ്കട്ടിൻ്റെ ഈ ഒരു വേർഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഡൗൺലോഡ് എനിവേ എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫയൽ ഡൗൺലോഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ക്യാപ്കട്ട് ഇല്ലേ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പൂർണ്ണമായിട്ട് ഡൗൺലോഡായി വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഡൗൺലോഡ്സിൽ വന്നിട്ട് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ ദിസ് ആപ്പ്, നിങ്ങൾക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, കുറച്ച് സമയം എടുക്കുന്നതാണ്. ഓക്കെ, ആപ്പ് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൺ എന്ന് കൊടുക്കുന്നു. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്യാപ്കട്ട് എന്നുള്ള ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ ആപ്പ് ഇൻസ്റ്റാൾ ആയത് കാണാൻ സാധിക്കും. ഇനി ക്യാപ്കട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യണം, അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു VPN പാടെ കണക്ട് ചെയ്യണം. ഓക്കെ, VPN കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു VPN പാടെ ഡൗൺലോഡ് ചെയ്യാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറേ VPNs ഉണ്ട്. സ്ക്രൈബ് പോലത്തത്, ടർബോ VPN ഒക്കെ. നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്, നമ്മൾ സ്ഥിരമായിട്ട് ഒരു 4-5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നത് ടർബോ VPN ആണ് നമ്മളൊക്കെ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ടർബോ VPN ഒന്ന് സെർച്ച് ചെയ്യുക. ടർബോ VPN സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതാണ് കാണാൻ സാധിക്കുക അല്ലേ. ഇതിൽ ആദ്യം രണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇത് ലൈറ്റ് വേർഷനാണ്, 29 MB ഉള്ളത്. ഒറിജിനൽ VPN ആണ് മുകളിലുള്ളത്. ഈ ഒറിജിനൽ ഫയൽ 38 MB ആണ് ഇപ്പോൾ നിലവിൽ കാണിക്കുന്നത്. ഇതിൽ പ്രോട്ടൺ VPN ഉണ്ട്. ഇതൊക്കെ സെക്യൂർ ആയിട്ടുള്ള നല്ലൊരു VPN ആണ്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ടർബോ VPN എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി
വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും VPN-ഉം CapCut-ഉം എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇൻസ്റ്റാൾ ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ VPN ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. VPN ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കും എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ളതൊക്കെ. ജസ്റ്റ് അതെന്ത് ചെയ്യുക, എഗ്രി ചെയ്ത് കൊടുക്കുക. പിന്നെ അവർ പറയാണ് അവരുടെ സ്പെഷ്യൽ ഓഫർ കാര്യങ്ങളുണ്ട്, 24 മണിക്കൂറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഓഫറൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻറ്റു അടിച്ചിട്ട് ക്ലോസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഇൻറ്റു കൊടുക്കുക, ക്ലോസ് ചെയ്ത് കൊടുക്കുക. VPN ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക ഇവിടെ. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ കുറേ എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടാപ്പ് ടു കണക്റ്റ് എന്നുള്ളൊരു ഭാഗം അല്ലേ. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പ്രീമിയം എടുക്കേണ്ട ആവശ്യമില്ല, വേറെ കൺട്രി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കൺട്രി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ ടാപ്പ് ടു കണക്റ്റ് എന്നുള്ള ഭാഗം മാത്രം നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അലോ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് അലോ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അവരുടെ ആഡ് കാര്യങ്ങൾ വരുന്നതാണ്, അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ആഡ് ജസ്റ്റ് വാച്ച് ചെയ്തിട്ട് അവിടെ ഇൻറ്റു ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ VPN ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. VPN കണക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതൊന്ന് ഇവിടുന്ന് നമ്മുടെ ഹോമിലേക്ക് വീണ്ടും പോവുക. എന്നിട്ട് CapCut ഓപ്പൺ ചെയ്യുക. ആദ്യം CapCut ഓപ്പൺ ചെയ്യരുത്, നമ്മളെ സെർവറും കാര്യങ്ങളും എന്ത് ചെയ്യണം, VPN-ഉമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ആദ്യം VPN കണക്ട് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, CapCut എന്ത് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഞാൻ പിന്നീട് CapCut ഓപ്പൺ ചെയ്യാണ്, പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത CapCut ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ CapCut ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവരുടെ ടേംസ് ആൻഡ് സർവീസ് പോളിസി, പ്രൈവസി ഒക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുന്നു. ഇനിയാണ് നമുക്ക് ഏകദേശം നമ്മുടെ CapCut ഫയൽ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ CapCut എന്ന് പറയുന്നത്. ന്യൂ പ്രൊജക്റ്റ് തുടങ്ങാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പെർമിഷന് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇവിടെ ചോദിക്കണം. എങ്ങനെയാണോ വേണ്ടത് ആ പെർമിഷന് കാര്യങ്ങളൊക്കെ അലോ ഓൾ എന്നുള്ള ഭാഗമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ CapCut ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്ലാസ്സുകളും വ്യത്യസ്തമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക്